ശബരിമലയിൽ വീണ്ടും സുരക്ഷാ വീഴ്ച. പമ്പയിൽ മരം വീണു. KSRTC സ്റ്റാൻഡിന് സമീപമാണ് റോഡിന് കുറുകെ മരം വീണത്. രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം തിരികെ മടങ്ങും മുൻപാണ് സംഭവം. അഗ്നിരക്ഷാ സേന എത്തി മരം മുറിച്ചു നീക്കി. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഒരു സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നാലെ വീണ്ടും മറ്റൊരു ഗുരുതര സുരക്ഷാ വീഴ്ച. വേണ്ട മുന്നൊരുക്കങ്ങളില്ലാതെയാണോ രാഷ്ട്രപതിയെ കേരളം സ്വീകരിച്ചത്? ഒരു സുരക്ഷാ വീഴ്ചയ്ക്ക് പിന്നാലെ ശബരിമലയിൽ വീണ്ടും ഗുരുതര സുരക്ഷാ വീഴ്ച. പമ്പയിൽ മരം വീണു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം റോഡിന് കുറുകെ രാഷ്ട്രപതി സഞ്ചരിക്കേണ്ട അതേ വഴിയിലാണ് മരം വീണത്. വാഹനവ്യൂഹം തിരികെ മടങ്ങും മുൻപായിരുന്നു ഈ സംഭവം. അഗ്നിരക്ഷാസേനയെത്തി മരം മുറിച്ചു നീക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഹെലികോപ്റ്ററിന്റെ ടയറുകളും ഇതുപോലെ താഴ്ന്നിരുന്നു. വീണ്ടും ഗുരുതര സുരക്ഷാ വീഴ്ച. വേണ്ട മുന്നൊരുക്കങ്ങളില്ലാതെയാണ് ഒരു രാഷ്ട്രപതിയെ കേരളം സ്വീകരിച്ചത്. ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് വിവരങ്ങൾ? അതായത് ഈ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രാവിലെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇവിടെ ഹെലിപ്പാഡിലെത്തി അതിന്റെ ചക്രം കോൺക്രീറ്റിനുള്ളിൽ താഴ്ന്നു പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചക്രം കോൺക്രീറ്റിനുള്ളിൽ താഴ്ന്നു പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പമ്പയിൽ നിന്നും തിരികെ പത്തനംതിട്ടയിലേക്ക് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് പമ്പയിൽ മരം കടപുഴകി റോഡിന് കുറുകെ വീഴുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ശബരിമല ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി തിരികെ പമ്പയിലെത്തി വിശ്രമിക്കുന്ന വേളയിലാണ് പമ്പ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നിരുന്ന ഒരു വലിയ മരം അത് റോഡിന് കുറുകെ കടപുഴകി വീഴുന്ന സംഭവം ഉണ്ടായത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസ് അടക്കമുള്ള സേനകൾ അവിടെ എത്തി ആ മരം മുറിച്ചു മാറ്റി റോഡ് യോഗ്യതമാക്കി. അതിനുശേഷമാണ് രാഷ്ട്രപതി പമ്പയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് യാത്ര പുറപ്പെട്ടത്. വാഹനവ്യൂഹം അതിനുശേഷം ആ റോഡ് മുഴുവൻ ക്ലിയർ ചെയ്ത ശേഷമാണ് പുറപ്പെടാനായിട്ട് സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ആ കാനനപാതയിലുള്ള മരങ്ങൾ ഇത്തരത്തിലുള്ളതൊക്കെ നേരത്തെ തന്നെ നോക്കി അത് വേണ്ട സുരക്ഷ ഉറപ്പാക്കേണ്ട ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഈ കോപ്റ്റർ ഈ കോൺക്രീറ്റിൽ താഴ്ന്നു പോയ സംഭവവും സമാനമായി തന്നെ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. ഒപ്പം അല്പസമയം മുമ്പ് ആന്റോ ആന്റണി MP നമ്മളോട് പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. MP പറഞ്ഞതനുസരിച്ച് ഈ ജില്ലാ ഭരണകൂടത്തിന് മതിയായ ഒരു കാഴ്ചപ്പാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് വീഴ്ച സംഭവിച്ചത്. ഇത് മാത്രമല്ല, ഈ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ വരുന്നതിന് തൊട്ട് മുമ്പ് ആദ്യത്തെ ഹെലികോപ്റ്റർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഹെലികോപ്റ്റർ വന്ന സമയം അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് ഒരു തെരുവുനായ ഓടി പോവുകയും ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ വന്ന് താഴ്ന്ന സമയവും ഈ തെരുവുനായ ആ മൈതാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ ആ നായയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ആന്റോ ആന്റണി MP പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്കായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ഒരുക്കിയത്. ജില്ലാ ഭരണകൂടം തന്നെയായിരുന്നു ഈ വീഴ്ചകൾക്കൊക്കെ ഉത്തരവാദി എന്ന് വ്യക്തമാകുന്നതാണ്. അതേസമയം തന്നെ നിലവിൽ ഇതിലൊന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല, ഈ ഹെലികോപ്റ്റർ താഴ്ന്നതിലൊന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ചില ന്യായീകരണങ്ങളും പ്രതികരണങ്ങളുമാണ് ജനീഷ് കുമാർ MLA അടക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സംഭവിച്ചത് ഒന്നിലധികം വീഴ്ചകൾ തന്നെയാണ്. അതിന് കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടത് ജില്ലാ ഭരണകൂടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യം ഇത്തരത്തിൽ കോൺക്രീറ്റിനുള്ളിൽ തറയ്ക്കുള്ളിൽ ഈ ഹെലികോപ്റ്ററിന്റെ ചക്രം കുടുങ്ങി, അതുകൂടാതെ മരം വീണു. ഒപ്പം ഈ ഹെലികോപ്റ്റർ വന്ന ഭാഗത്തേക്ക് തെരുവുനായ കയറുന്ന സംഭവം ഉണ്ടായി. അങ്ങനെ രാഷ്ട്രത്തിന്റെ പ്രഥമ പൗര വരുന്ന സമയത്ത് VVIP ആണ്, ഒന്നാമത്തെ പൗരയാണ്, ഏറ്റവും പ്രോട്ടോകോൾ പ്രകാരം ഏറ്റവും സുരക്ഷ നൽകേണ്ട ആളാണ്. ആ ആൾ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് പിന്നാലെ ശബരിമലയിൽ വീണ്ടും ഗുരുതര സുരക്ഷാ വീഴ്ച.